ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടബിളിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് തൃപ്പൂണിത്തുറ സ്പെഷ്യാലിറ്റീസ്, തൃപ്പൂണിത്തുറയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ എന്നത്. എറണാകുളം നഗരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണിത് തൃപ്പൂണിത്തുറ. എറണാകുളം നഗരത്തിൻ്റെ ഉപഗ്രഹ പട്ടണമായിട്ടാണ് തൃപ്പൂണിത്തുറയെ കണക്കാക്കുന്നത്. നഗരമധ്യത്തിൽ നിന്നും ഏകദേശം 7.1 കിലോമീറ്ററാണ് തൃപ്പൂണിത്തുറയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. സമീപ വർഷങ്ങളായി കൊച്ചിയുടെ വൻ വികസനവും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റിയാണല്ലോ കൊച്ചി. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ പരിസരത്ത് കിടന്ന തൃപ്പൂണിത്തുറയും കൊച്ചിയുമായി ലയിച്ചു നഗരവികസനം കാരണം. അങ്ങനെ ഇന്ന് കൊച്ചിയുടെ ഒരു ഉപഗ്രഹ പട്ടണമായി തൃപ്പൂണിത്തുറ അറിയപ്പെടുന്നു. തൃപ്പൂണിത്തുറയുടെ ചരിത്രം നോക്കുമ്പോൾ പഴയ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു തൃപ്പൂണിത്തുറ എന്നത്. പഴയ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനം. അതുകൊണ്ട് തന്നെ രാജഭരണം നിന്നിരുന്ന കാലത്ത് രാജാക്കന്മാരുടെ വസതിയായിരുന്നു തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ്. അതായിരുന്നു അവരുടെ കൊട്ടാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വാസ്തുവിദ്യകളും നിരവധി കൊട്ടാരങ്ങളും അങ്ങനെ റോയൽ കൊട്ടാരങ്ങളുമൊക്കെ നമുക്ക് തൃപ്പൂണിത്തുറയിൽ അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. കാരണം പഴയകാല രാജഭരണത്തിൻ്റെ ചരിത്രം അവശേഷിക്കുന്ന മണ്ണാണ് തൃപ്പൂണിത്തുറ എന്നത്. തൃപ്പൂണിത്തുറയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 29.17 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 69,390 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എറണാകുളത്ത് നിന്നും ഏകദേശം 7.1 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. കൊച്ചി നഗരത്തിൻ്റെ ഉപഗ്രഹ പട്ടണം തൃപ്പൂണിത്തുറയ്ക്ക് ഈ പേര് വരുന്നത്, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ പേരിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തിരുപ്പൂനിത്തുറ എന്ന പദത്തിൽ നിന്നുമാണ് അത് പിന്നീടത് തൃപ്പൂണിത്തുറയായത്. അതിൻ്റെ അർത്ഥം പരിശുദ്ധമായ നാട്, വേദങ്ങളുടെ നഗരം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. അതോടൊപ്പം രാജകീയ നഗരം എന്ന പേരിലും, അതായത് പണ്ടുകാലത്ത് രാജാക്കന്മാരുടെ വസതി ഇവിടെ ആയിരുന്നത് കൊണ്ട് തന്നെ, കൊട്ടാരങ്ങളൊക്കെ ഇവിടെ ആയിരുന്നതുകൊണ്ട് തന്നെ രാജകീയ നഗരം എന്ന പേരിലും തൃപ്പൂണിത്തുറ അറിയപ്പെടുന്നു. വേദങ്ങളുടെ നാട്, പരിശുദ്ധമായ നാട്, അതോടൊപ്പം രാജകീയ നഗരം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു തൃപ്പൂണിത്തുറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.